നമ്മുടെ സിവിക്ക് കംപ്ലൈൻ്റ് ആയതിനു ശേഷം ഞങ്ങൾ സിവിക്കുമായിട്ട് റാഷിദിയയിലുള്ള വർക്ക്ഷോപ്പിൽ പോയിട്ട് തിരിച്ച് ഞങ്ങളെ ആ റിക്കവറി പാനലിൽ തന്നെ കിസീസ് എന്നുള്ള സ്ഥലത്ത് കൊണ്ട് നമ്മൾ ഇറക്കി വിട്ടു. ഞാനും ഉപ്പായും ആദ്യമായിട്ട് രാത്രി ഇങ്ങനെ സംഭവത്തിൽപ്പെടുന്നത് ഈ ദുബായിൽ വന്നിട്ട് 3 വർഷമായിട്ട് വണ്ടി കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റിക്കവറിയിൽ നിന്ന് ഇറങ്ങി ടാക്സിക്കകത്ത് നിന്ന് കരിമ്പ് എന്ന് പറഞ്ഞ ആപ്പിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ടെസ്ലയുടെ പുതിയ മോഡൽ വണ്ടി അതിൽ കയറിയിരുന്നു. പക്ഷേ സമയം ഡോർ തുറക്കാനൊന്നും എനിക്കറിയില്ല, കാരണം നമ്മൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ജസ്റ്റ് ടച്ച് ചെയ്താൽ മതിയായിരുന്നു, പക്ഷെ നമുക്കറിയില്ലായിരുന്നു. പിന്നെ അതിനുശേഷം വണ്ടി കയറി നിന്ന് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഡിസ്പ്ലേകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഏത് വഴിക്ക് പോകുന്ന ആ വഴിക്ക് ഏതൊക്കെ ഹസാർഡ്സ് ഉണ്ടോ അതൊക്കെ കാണിക്കും. ഏതൊക്കെ വണ്ടി ആ ഭാഗത്തുണ്ടോ അതൊക്കെ റഡാർ വഴിക്ക് ക്ലിയറായിട്ട് നമുക്ക് ഈ സാങ്കേതികവിദ്യ കാണിച്ചു തരും. ദുബായിൽ വന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഞാൻ ഇങ്ങനൊരു ടെക്നോളജി ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഒരുപാട് പേര് ടെസ്റ്റിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ ഇരിക്കുന്ന NMC ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്താണ്, അൽനാദയിൽ. അപ്പോൾ ഏകദേശം നമ്മൾ വിചാരിച്ച ഫെയറിനായിട്ട് കുറച്ച് കൂടുതൽ ഫെയറായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ വണ്ടിയിൽ ഇങ്ങനെ ഈ രാത്രി സഞ്ചരിക്കാൻ പറ്റിയ വലിയൊരു അവസരമായി ഒരു എക്സ്പീരിയൻസ് ആയി തീർന്നു. കാരണം ഇങ്ങനെ നമ്മളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഈ വണ്ടി കിട്ടുമെന്നോ വരാൻ പറ്റുമെന്നോ. എന്തായാലും കിട്ടിയ സമയം കൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ ചെയ്താണ്. നമുക്ക് ഡിസ്പ്ലേ നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ വണ്ടിയുടെ സ്പീഡ് എത്രയാണ്, നമ്മുടെ വണ്ടിയുടെ സൈഡിൽ കൂടെ ഏതൊക്കെ വണ്ടികൾ പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. മനോഹരമായ ടെക്നോളജി. ഇത് പെട്രോളിലല്ല, ഇത് കറണ്ട് ഇലക്ട്രിക് ഒരു വാഹനമാണല്ലോ. അതുകൊണ്ട് തന്നെ പെട്രോൾ സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വണ്ടി ചാർജ് ചെയ്യുക, ഓടിക്കുക. അതാണ് ഈ വണ്ടികളുടെ നല്ലൊരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് കമ്പനി വാറണ്ടി ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി തീരും. അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി 10 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരം ഉണ്ടാകുന്നുള്ളൂ. ഞങ്ങൾ സഹാറ സെൻറ്ററിലെത്തി. ദുബായ് സൈഡിൽ നമ്മൾ ഇറങ്ങി സഹാറ സെൻറ്ററിൻ്റെ ക്രോസ് ചെയ്താണ് നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര ടെസ്ലയിലൂടെ അവസാനിക്കുന്നു. വരും ദിവസങ്ങളിൽ പുതിയ ടെസ്ല യാത്രയുമായിട്ട് വരാം. പുതിയ ടെക്നോളജികൾ മനോഹരമാവട്ടെ നമ്മുടെ യാത്രകളും.